ഹലോ ഗായ്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് ഇൻ ടെക്. ഇംഗ്ലീഷ് ഇൻ ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. COVID-19 സമയമാണ്. എല്ലാവരും പുറത്ത് പോകുമ്പോൾ മാസ്ക് ഒക്കെ ഇടണം, സാനിറ്റൈസ് ചെയ്യണം, കൈകൾ എപ്പോഴും വാഷ് ചെയ്യണം. ഓക്കെ, ആർക്കും അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മളിന്ന് വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യൂട്യൂബ് ട്യൂട്ടോറിയലുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്യൂച്ചറിലുള്ള വീഡിയോസ് മിസ്സാവാതിരിക്കാൻ വേണ്ടി നമ്മുടെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കണം. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളിന്ന് തംബ്നെയിലിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. തംബ്നെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ യൂട്യൂബ് തുറക്കുമ്പോൾ വീഡിയോയ്ക്ക് മുന്നേ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഒരു പിക്ചർ ഉണ്ട്. ആ പിക്ചറിനാണ് എന്ത് പറയുന്നത്? തംബ്നെയിൽ എന്ന് പറയുന്നത്. തംബ്നെയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതൊരു വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് ആ വീഡിയോ ഒന്ന് കാണണം. ഓക്കെ, അപ്പോൾ ഇവിടെ തംബ്നെയിൽ വീണ്ടും ഞാനൊരു സബ്ജക്റ്റായിട്ട് എടുക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? തംബ്നെയിലൂടെ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂസിനെയും എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടിയെടുക്കാൻ പറ്റും. ഓക്കെ, തംബ്നെയിൽ. കാരണം തംബ്നെയിൽ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റിൻ്റെ കണ്ടൻറ് എന്താണോ ഉള്ളിലോട്ട് വരാനുള്ള ആദ്യത്തെ വഴിയാണ് തംബ്നെയിൽ. നമ്മൾ ജോലിക്കൊരു റെസ്യൂമേ അയക്കുന്ന പോലെ റെസ്യൂമേ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വേണം അവരെ നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കാൻ, അല്ലേ? അതുപോലെ നമ്മൾ ഉള്ളിലോട്ട് പോകാൻ വേണ്ടി നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഇൻവിറ്റേഷനാണ് തംബ്നെയിൽ. ഒരു ക്ഷണക്കത്ത് പോലെയാണ് തംബ്നെയിൽ. ഓക്കെ, അപ്പോൾ ഞാൻ തംബ്നെയിലിൽ സർപ്രൈസ് ഒളിപ്പിച്ച് വെക്കുന്ന ഒരു നല്ല ചാനലുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫിഷിംഗ് ഫ്രീക്സ്, അല്ലേ? നമ്മുടെ സെബിൻ സിറിയക്കിൻ്റെ ചാനൽ ഫിഷിംഗ് ഫ്രീക്ക്. അപ്പോൾ സെബിൻ സിറിയക്കിൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ, എല്ലാ തംബ്നെയിലും സർപ്രൈസാണ്. ഓക്കെ, വെറും 1500 രൂപയ്ക്ക്. അപ്പോൾ നമുക്കതിലൊരു സർപ്രൈസ് എലമെൻ്റ് ഉണ്ട്. സർപ്രൈസ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 1500 രൂപയ്ക്ക് എന്താണ്? 14,000 രൂപയുടെ മുയലും കിളിയും. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളെന്താ ആലോചിക്കുക? 14,000 രൂപയുടെ മുയലും കിളിയും എന്നാൽ ഒന്ന് കാണണമല്ലോ. 80,000 രൂപയുടെ കിളികൾ. അപ്പോൾ ഇങ്ങനെ പുള്ളി പറയുമ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, എല്ലാ വീഡിയോസും എടുത്ത് നോക്കി കഴിഞ്ഞാൽ പുള്ളിയുടെ വീഡിയോസിലെല്ലാം തംബ്നെയിലിൽ ഭയങ്കര സർപ്രൈസാണ്. കണ്ടില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും അതിലോട്ട് കയറിപ്പോകും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് കാണിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ കാണിക്കുന്നു എന്നുള്ളതാണ് മെയിനായിട്ടുള്ള സംഗതി, അല്ലേ? അപ്പം ഞാനിപ്പോൾ ഓർക്കുന്ന പഴയൊരു കഥയാണ്, ഒരു ജോത്സ്യൻ്റെ കഥയുണ്ട്. അതായത് ഒരു രാജാവിൻ്റെ ജോത്സ്യനായിരുന്നു. ആ ജോത്സ്യനോട് രാജാവിൻ്റെ ജാതകം നോക്കാൻ പറഞ്ഞു. ജാതകം നോക്കിയിട്ട് ജോത്സ്യൻ എന്ത് പറഞ്ഞു? രാജാവ് ഒരാഴ്ചക്കുള്ളിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ രാജാവ് എന്ത് ചെയ്തു? ആ ജോത്സ്യനെ തട്ടി. പക്ഷേ വേറൊരു ജോത്സ്യനെ വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഒരാഴ്ചക്കുള്ളിൽ യുവരാജാവ് രാജാവാകും എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? രാജാവിൻ്റെ മകൻ രാജാവാകും. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? രണ്ടാമത്തെ ജോത്സ്യന് ഇഷ്ടംമാതിരി സമ്മാനങ്ങളൊക്കെ കൊടുത്തു. സത്യത്തിൽ ഇവർ രണ്ടുപേരും പറഞ്ഞത് ഒരേ കാര്യമാണ്. അതായത് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ മരിച്ചു പോകുന്ന മറ്റേ ആൾ ഉള്ള സത്യം ഡയറക്റ്റായിട്ട് മുഖത്ത് നോക്കി പറഞ്ഞു. രണ്ടാമത്തെ ആൾ എന്ത് പറഞ്ഞു? ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ മകൻ രാജാവാകും എന്ന് പറഞ്ഞു. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണ്? ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ മരിച്ചു പോകും, അപ്പോൾ നിങ്ങളുടെ മകൻ എന്താവും? രാജാവാകും. ഓക്കെ, അപ്പോൾ രണ്ടും പറഞ്ഞ ഒരേ കാര്യമാണ്, പക്ഷേ രണ്ട് രീതിയിലാണ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് നമ്മുടെ തംബ്നെയിലും. അപ്പോൾ തംബ്നെയിലിൽ നമ്മൾ സർപ്രൈസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ വ്യൂസ് കിട്ടും. കണ്ടില്ലേ? ഇത് കുത്തും. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് തുറന്നു നോക്കില്ലേ, എന്താ സംഭവം എന്ന് നമ്മൾ തുറന്നു നോക്കും. കണ്ണ് കെട്ടിയ ഒരു സസ്പെൻസ്. എന്താണ് ആ സസ്പെൻസ്? നമുക്ക് തന്നെ ഒരു സസ്പെൻസാണ്. അപ്പോൾ തീർച്ചയായും കണ്ടോ, ഈ വീഡിയോയുടെ ഒക്കെ വ്യൂ കണ്ടോ, 2.4 മില്യൺ വ്യൂസാണ്. കണ്ടില്ലേ? അതെന്തുകൊണ്ടാണ്? ആ തംബ്നെയിലിലെ സർപ്രൈസും ഒരു ഘടകമാണ്. മനസ്സിലായില്ലേ? പിന്നെ സെബിൻ സിറിയക്കിൻ്റെ കണ്ടൻറ്റൊക്കെ വളരെ അടിപൊളി കണ്ടൻറ്റുകളാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അയാളുടെ സൈക്കോളജിക്കലായിട്ട് നമ്മളെ ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു കുക്കിംഗ് ചാനലാണെങ്കിൽ നിങ്ങളൊരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്ന, വളരെ സിമ്പിളായിട്ട് സംസാരിക്കാം നമുക്ക്. നിങ്ങളൊരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നതെങ്കിൽ കേരള സ്റ്റൈൽ തേങ്ങാ ചമ്മന്തി എന്ന് നിങ്ങളുടെ തംബ്നെയിൽ കൊടുത്താൽ ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ അത് കാണില്ല. കാരണം എല്ലാവർക്കും തേങ്ങാ ചമ്മന്തി, കേരള സ്റ്റൈലിൽ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നത് അറിയാമായിരിക്കും, ഇല്ലേ? പക്ഷേ അതേ സമയത്ത് നിങ്ങൾ 2 മിനിറ്റിനുള്ളിൽ സ്വാദൂറും തേങ്ങാ ചമ്മന്തി എന്ന് കൊടുത്താലോ, ആൾക്കാർ കുറച്ചുകൂടി ക്യൂരിയസ് ആയി. 2 മിനിറ്റിനുള്ളിൽ തേങ്ങാ ചമ്മന്തി, അത് കൊള്ളാലോ. അല്ലെങ്കിൽ ചിലർ കൊടുക്കുന്ന കാണാം, ഈ തേങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ ഒരു പറ ചോറുണ്ണാം. അപ്പോൾ എന്തായി? ആൾക്കാർ എക്സൈറ്റഡായി. കറക്റ്റ് അല്ലേ? അപ്പോൾ അങ്ങനെ തംബ്നെയിലിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുവരണം. നമ്മുടെ കണ്ടൻറ്റിനനുസരിച്ച് നമ്മൾ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുവരണം. ഇനി ഞാൻ
തമ്പനയിലെ എഴുത്തിൻ്റെ കാര്യത്തിൽ സെബിൻ സിറിയക്കിൻ്റെ ഇതിൽ എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. സെബിൻ സിറിയക്ക് സാധാരണ വലിച്ചു വാരി എഴുതാറാണ് പതിവ്, കണ്ടില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ടെക്സ്റ്റൊക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ടൊന്നും പുള്ളിയുടെ എഴുത്തുകൾ പുള്ളി അറേഞ്ച് ചെയ്യാറില്ല. പക്ഷേ ആ കാര്യത്തിൽ ഞാൻ അഡോർ ചെയ്യുന്നത് സഫാരി ചാനലിൻ്റെയാണ്. സഫാരി ചാനലിൻ്റെ തമ്പനയിലെ എഴുത്തുകൾ നോക്കിയേ, ജെറുസലേമിൻ്റെ തിളക്കുന്ന മണ്ണിലൂടെ നടക്കുമ്പോൾ, കണ്ടില്ലേ? അപ്പോൾ അവിടെ ടെക്സ്റ്റ് ഉപയോഗിച്ചിരിക്കുന്ന രീതി, ടെക്സ്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി, ടെക്സ്റ്റിൻ്റെ കളർ കോമ്പിനേഷൻ, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടെക്സ്റ്റിൻ്റെ കളർ കോമ്പിനേഷൻ നിങ്ങൾ കൊടുക്കുമ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ അതിന് ഭയങ്കര ഒരു റീഡബിലിറ്റി ഉണ്ട്. പിന്നെ മഞ്ഞയിൽ കറുപ്പാകുമ്പോഴും ഭയങ്കര റീഡബിലിറ്റി ഉണ്ട്. ആ ഒരു സൈക്കോളജിയാണ് ഇവിടെ ഇദ്ദേഹം സന്തോഷ് ജോർജ് കുളങ്ങര ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കണ്ടോ, റെഡിൽ വൈറ്റ്, പിന്നെ വൈറ്റിൽ ബ്ലാക്ക്, കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ തമ്പനെയിലുകൾ വളരെ ഉണ്ടാക്കണം, വളരെ ഇതുണ്ടാക്കിയാണ്. പിന്നെ ചില ചാനലുകൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ വില്ലേജ് ഫുഡ് ചാനൽ, നമ്മുടെ ഫിറോസ് ഭായിയുടെ വില്ലേജ് ഫുഡ് ചാനൽ, ഇതിൽ എഴുത്തേ ഇല്ല. കാരണം പുള്ളിക്ക് അതിൻ്റെ ആവശ്യമില്ല. പുള്ളിക്ക് ഓൾറെഡി 3.66 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ തമ്പനയിൽ എഴുതിയിട്ട് സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂസിനെയും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പുള്ളിയൊക്കെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ 45K, 60K, 100K വ്യൂസൊക്കെ കിട്ടുന്ന ആൾക്കാരാണ് അല്ലേ? പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തമ്പനെയിൽസ് ഒന്ന് നോക്കിയാലോ നമുക്ക്, കണ്ടില്ലേ? അതിലും വൈറ്റും റെഡും ബ്ലാക്കും വൈറ്റുമാണ് എന്ത് ചെയ്യുന്നത്, അവർ കൂടുതലായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മഞ്ഞയുണ്ട്. അപ്പം ഇത്തരം കളറുകൾ ഉപയോഗിച്ച് നിങ്ങൾ തമ്പനെയിൽ എഴുതിയാൽ, നിങ്ങൾ ഇതുപോലെ തമ്പനെയിലുകളിൽ സർപ്രൈസുകൾ ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരുപാട് വ്യൂസും ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായും ഇങ്ങനെയുള്ള തമ്പനെയിലുകൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള തമ്പനെയിലുകൾ മാത്രം ഇട്ടിട്ട് കാര്യമാണ്. നിങ്ങൾ ഇങ്ങനെ തമ്പനെയിൽ ഇട്ടിട്ട് ഉള്ളിൽ കയറിയിട്ട് ആ സർപ്രൈസ് എലമെൻറ്റിൻ്റെ സാധനം ഇല്ലെങ്കിൽ യൂസേഴ്സ് നിങ്ങളെ വിട്ടുപോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള തമ്പനെയിലുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, അതിനനുസരിച്ചുള്ള കണ്ടൻറ്റും അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം. നമ്മുടെ കണ്ടൻറ്റ് ചിലപ്പോൾ എപ്പോഴും നല്ലതായിരിക്കും, നമുക്ക് വ്യൂ കിട്ടാത്ത ഇതുപോലെ തമ്പനെയിലിൻ്റെ പ്രശ്നം കൊണ്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തന്നത്. അപ്പോൾ ഇനി മുതൽ തമ്പനെയിൽ എഴുതുമ്പോൾ വളരെ ആലോചിച്ചിട്ട് നിങ്ങളുടെ വീഡിയോയിലെ സർപ്രൈസ് എലമെൻറ്റ് എന്താണോ അതിനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് തമ്പനെയിൽ എഴുതുക. തമ്പനെയിലാണ് നിങ്ങളുടെ വീഡിയോയുടെ ഉള്ളിലോട്ടുള്ള ഇൻവിറ്റേഷൻ, ക്ഷണക്കത്ത്. തമ്പനെയിൽ കണ്ടിട്ട് വേണം ആൾക്കാർ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോ കാണാൻ. അതുകൊണ്ട് തീർച്ചയായും തമ്പനെയിൽ തമ്പനെയിൽ സർപ്രൈസ് ഒളിപ്പിച്ച് വെക്കുക. അങ്ങനെ സർപ്രൈസ് ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും 100% ഷുവർ നിങ്ങൾക്ക് വ്യൂസ് കൂടിയിരിക്കും, സബ്സ്ക്രൈബേഴ്സ് കൂടിയിരിക്കും. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.